ശ്രീമതി വീണ വിജയൻ, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയൻ്റെ മകള്, അത് EDയുടെ വല്ലാത്ത കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ അങ്ങനെ കുരുക്കിലാവേണ്ട കാര്യമുണ്ടോ എന്നൊന്ന് ആലോചിക്കണം. അത് വിളിച്ചു പറഞ്ഞു. ആ പറഞ്ഞത് പറയാതെ പറഞ്ഞു, ഞാനല്ല, എൻ്റെ അപ്പനാണ് കാശ് വാങ്ങിയെന്ന്. അതേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് വായിച്ചെടുത്താൽ, അത് കാര്യങ്ങൾ വായിച്ചെടുത്താൽ, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ, എല്ലാം ചെയ്തത് എൻ്റെ അപ്പനാണ് എന്നുള്ളതാണ് അത് പറഞ്ഞത്. കാരണം അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷെ നമുക്കത് വായിച്ചാൽ മനസ്സിലാവും അങ്ങനെയാണെന്ന്. EDക്ക് അത് മൊഴി കൊടുത്തു. ആദ്യം എക്സാലോജിക്കിലെ ലോജിക്കും അതുപോലെ ഈ CMRലും തമ്മിലുള്ള പണമിടപാട്, അതിൻ്റെ വിശദ വിവരങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും കൈകാര്യം ചെയ്തത് ഞാനല്ല, അവിടുത്തെ ജോലിക്കാരെടുത്ത് ചോദിച്ചാൽ അറിയാതിരിക്കുന്നു. അതിൻ്റെ മുതലാളിയാ പറയുന്നേ. പണം വാങ്ങിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പണം വാങ്ങിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, പണം കിട്ടിയിട്ടുണ്ട്, ഞാൻ ചിലവാക്കിയിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിലുണ്ട്, വന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാനല്ല, എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ജോലിക്കാരെടുത്ത് ചോദിച്ചാലേ അറിയാവൂ. അപ്പം അതിൻ്റെ കഴിവ് മനസ്സിലായല്ലോ. എത്രത്തോളം കഴിവുള്ള ഒരാളാണ് ഇതുപോലൊരു കമ്പനി നടത്തി കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് ഇതേപോലെ ഒരു ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് പങ്കാളിത്തമുള്ള ഒരു കമ്പനി. ഗവൺമെൻറ്റിന് പങ്കാളിത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ KSIDCക്ക് നല്ല ഷെയറുള്ള കമ്പനിയാണ് CMRL. ആ CMRLുമായിട്ട് ഉള്ള ഇടപാട് അത് നടത്തിയതിന് കഴിവുള്ള ഒരു വലിയ സ്ഥാപനമായിരുന്നു എക്സാലോജിക് എന്ന് പറയുന്നത്. അത്രയും കഴിവുള്ള ആളുകൾ വേറെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ കോൺട്രാക്റ്റ് കിട്ടിയത് എന്നെല്ലാം പാർട്ടി ഘോരഘോരം വിളിച്ചു പറഞ്ഞല്ലോ. MV ഗോവിന്ദനും ബാക്കി പാർട്ടിയുടെ വലിയ നേതാക്കളും എല്ലാം അങ്ങ് നിന്ന് വിളിച്ചു പറഞ്ഞല്ലോ. ഇതങ്ങനെയൊന്നുമല്ല, കഴിവുള്ള ഒരാൾ, അവർ കോൺട്രാക്റ്റ് കൊടുത്തു, അവർ തമ്മിൽ എന്ന് വെച്ചാൽ വലിയ കമ്പനിക്ക് കോൺട്രാക്റ്റ് കൊടുത്തു. ഈ കോൺട്രാക്റ്റ് എങ്ങനെ കിട്ടി എന്നുള്ളത് വീണ തൈക്കണ്ടി പറഞ്ഞില്ലെങ്കിലും അടുത്ത ആൾ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തു. കരിമണൽ കർത്ത നല്ല കാര്യം ചോദിച്ചപ്പോൾ അയാൾ വിശദമായിട്ട് കാര്യം അങ്ങ് പറഞ്ഞു കേട്ടോ. ഇത് രൂപ കൊടുത്തിട്ടുണ്ട്. എന്തിനാ രൂപ കൊടുത്തത്? രൂപ കൊടുത്തത് അത് ഒരു സേവനവും ചെയ്തിട്ടില്ല. അവർ ആ സേവനം ചെയ്തിട്ടില്ല എന്നുള്ളത് വീണയെ സമ്മതിച്ചു. ഒരു സേവനവും കൊടുത്തിട്ടില്ല. സേവനമൊന്നും കൊടുക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഇനി വീണയ്ക്കൊക്കെ കൊടുക്കാനുള്ള കോൺട്രാക്റ്റ്, സേവനത്തിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, അതേ കാര്യം വേറെ ഇതിൻ്റെ ഒരു 10-1 കാശിന് വേറെ ഏതോ ഒരു കമ്പനിക്ക് രണ്ടാമത് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇതിന് വെറുതെ പൈസ കൊടുത്തതാണെന്നുള്ളത് നല്ല രീതിയിൽ കരിമണൽ കർത്ത വിളിച്ചു പറഞ്ഞു. അത് മാത്രമല്ല, അയാൾ പറഞ്ഞ ഒരു കാര്യമുള്ളത്, ഇങ്ങനൊരു കരാറ് കൊടുക്കാനും ഈ ഇടപാട് നടത്താനും കാരണം, വീണ വിജയനുമായിട്ട് നടത്താൻ കാരണം, വീണ വിജയൻ പിണറായി വിജയൻ്റെ മോളായതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതാ കാര്യം. പിന്നെന്താ വേണം? അന്വേഷണം വീണ വിജയനിൽ നിന്ന് പിണറായി വിജയനിലേക്ക് നീളാനുള്ള എല്ലാ സാധ്യതകളും വാതിലുകളും ഇവർ രണ്ടുപേരും തുറന്നിട്ടു. ആ പെൺകുട്ടിക്ക് അതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. അത് അച്ഛനെ പൂട്ടാനൊന്നും ചെയ്തതല്ല. പിതൃസ്നേഹം ഒക്കെ വളരെ കാര്യമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? കാശ് വാങ്ങിയെന്നുള്ള കാര്യം ചോദിച്ചു, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചപ്പം ഒന്നും പറയാൻ അറിഞ്ഞൂടാ. എന്ത് സേവനമായി ചെയ്തു കൊടുത്തതെന്ന് ചോദിച്ചപ്പോഴും ആ കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ അറിഞ്ഞൂടാ. കുറ്റമല്ല, അതിനറിയാൻ വയ്യാത്ത തന്നെയാണ്, അത് അറിഞ്ഞതുമല്ല. അതിൻ്റെ പേരെഴുതി വെച്ച് ബെനാമി എന്നുള്ള പേരിൽ പേരെഴുതി വാങ്ങിച്ചിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് കാശ് വാങ്ങിച്ച വേറെ ആളാണ്. അപ്പോൾ അതിനെ വിളിച്ച് പറയാൻ നോക്കും, ഞാനല്ല, എൻ്റെ അച്ഛനാ കാശ് വാങ്ങിച്ചതെന്ന് പറയാൻ ഒക്കത്തില്ല. പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. അതങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും അതിൻ്റെ ബാക്കി പ്രസ്താവനകളിൽ നിന്നും ഉത്തരങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇതല്ല അതിന് ഉത്തരവാദി എന്നുള്ളത്. അതുപോലെ കർത്ത വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കർത്ത ഇഷ്ടം പോലെ പണം അടിച്ചു. ആ കൂട്ടത്തിൽ എന്താ, കർത്തായെ സംബന്ധിച്ചിടത്തോളം ഈ 2 കോടിയോ 3 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ പൈസയാണ്. കാരണം 136 കോടി രൂപയാണ് അടിച്ച് അയാളുടെ കുടുംബത്തിലേക്കുള്ള, അയാളുടെ സ്വന്തം സ്ഥാപന കമ്പനികളിലേക്ക് വക മാറ്റിയേക്കുന്നത്. അതായത് മണി ലോണ്ടറിങ് നടത്തി മാറ്റിയേക്കുന്നത് CMRLൽ നിന്ന്. അപ്പോൾ അത് വളരെ വളഞ്ഞ വഴിക്ക് റിവേഴ്സ് ഡയറക്ഷനിൽ സഞ്ചരിച്ച് ഈ കാശ് അങ്ങോട്ട് പോയി, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പോയി, ആ രീതിയിൽ മാറ്റിയെടുത്തേക്കുന്നത്
കരിമണൽ കർത്ത മിടുക്കനാണ്. ആ രീതി അതുപോലെ തന്നെ ചെയ്തേക്കുന്നത് ഇത്രയും. അപ്പോൾ കർത്താ കുരുങ്ങുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇ ഡിയുടെ കേസിൽ വീണ തായ്ക്കണ്ടി കുരുങ്ങുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അന്വേഷണം നമ്മുടെ പ്രതിപക്ഷ നേതാവിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. വാതിലുകൾ വരാത്ത അത് അന്വേഷണം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്, വരും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതല്ലെങ്കിൽ അത് പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് വേണം. പക്ഷെ ഇപ്പം പിടിച്ചു നിർത്താനുള്ള ബാർഗെയിൻ കപ്പാസിറ്റി പണ്ടത്തതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കിട്ടത്തില്ല. പണ്ട് അദ്ദേഹത്തിന് നീക്കുപോക്കുകൾ നടത്തായിരുന്നു. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നടത്ത് ഇന്നാരെയൊക്കെ ഒരു ഇത്രയൊക്കെ സീറ്റ് ഞങ്ങൾ റെഡിയാക്കിക്കോളാം, ഞങ്ങൾ അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെയുള്ളവരെയാണ്, ഞങ്ങൾ പഴങ്ങളെയൊക്കെ അവിടെ നിർത്താം, എന്നിട്ടപ്പം നിങ്ങൾക്ക് കയറിപ്പാം, ആ രീതിയിലൊക്കെ ഉള്ള നീക്കുപോക്കുകളൊക്കെ നടത്തി മേലാവിലുള്ള പിടിപിടിക്കാമായിരുന്നു. പക്ഷേ ഇപ്പം നരേന്ദ്രമോദി മൈൻഡ് ചെയ്തില്ല. ഇനി കാര്യം ഇപ്പം പിണറായിക്ക് എന്താ അവിടെ കാര്യം? ഒന്നുമില്ല. ഈ പൊന്നും ഒരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന മാതിരി ഇനി അവിടെ യാതൊരു കാര്യവുമില്ല. അത് കാരണം പുതിയതായിട്ട് ഉള്ള ഇടപാടുകളോ നീക്കുപോക്കുകളോ ഒന്നും നടത്താനുള്ള സാഹചര്യം ഇല്ല. അങ്ങനെ വരുന്ന ഉടനെ ഈ ചോദ്യം ചെയ്യലിന് സാധ്യത കൂടുതലാണ്. റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ, മുൻ മുഖ്യമന്ത്രിയെ ഇത് ഇ ഡി ചോദ്യം ചെയ്യുക എന്നുള്ള ആ ചടങ്ങ് വിദൂരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മോശമല്ലേ? പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നതെന്നൊക്കെ പറയുന്നത് അസാമാന്യമായിട്ടുള്ള ഡിനയിലാണ് നടത്തുന്നത്. നിങ്ങളുടെ അതുപോലെ തന്നെ അത് നമ്മുടെ എം വി ഗോവിന്ദൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ സ്വപ്നമാണ് അത്. നേതൃമാറ്റം എന്ന് പറയുന്നത്, ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ സ്വപ്നമാണ് എന്ന് പറഞ്ഞില്ലേ? അതുപോലുള്ള സ്വപ്നമാണെന്നാണ് ഇദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നതും എന്ന് പറയുന്നതും സ്വപ്നമാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള കുരുക്കിൽപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ ഈ പ്രതിപക്ഷ നേതാവാനുള്ള വാശി പിടിക്കേണ്ടതില്ലായിരുന്നു. ഇവിടെ കഷ്ടിച്ചാണ് പോളിറ്റ് ബ്യൂറോയിൽ കടന്നുകൂടിയത് ഈ പ്രതിപക്ഷ സ്ഥാനത്തേക്ക്. ഇതൊക്കെ ഒരു വലിയ ആരും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത കിരീടം വെക്കാത്ത ചക്രവർത്തിയായിട്ടിരുന്നിട്ട് ആരും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത പിണറായി വിജയനെ ഒന്ന് കണ്ട പതനമുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫോൾ. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം ഭയങ്കരമായിരിക്കും. അങ്ങനെയുള്ള ഒരാൾ ഒരു കാരണവശാലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഈ സ്ഥാനത്ത് നിന്ന് തെറിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കുറേ നാളുകൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയേക്കും. പക്ഷേ എല്ലാ കാലത്തും പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നേണ്ടതില്ല, അതിന് തോന്നേണ്ട കാര്യമില്ല. ഈ അദ്ദേഹം അസാമാന്യമായിട്ടുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നെങ്കിലും അതൊക്കെ ഒരു പടമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ.